ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. 29 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ ഡൈ ആണിത്. ഞാൻ ആദ്യമൊക്കെ കെമിക്കൽ ഡൈ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഉപയോഗിച്ചിട്ട് എനിക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, എൻ്റെ മുഖത്തൊക്കെ മെലാസ്മ പോലെ കറുത്ത കളർ കയറി. അങ്ങനെ വന്നപ്പോൾ ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു. അതിന് ശേഷം എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡൈ നിർത്ത്, എന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു 2-3 ഇൻഗ്രീഡിയൻസ്. അങ്ങനെ ഞാൻ 29 വർഷമായിട്ട് ഞാൻ ആ ഡൈ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. എൻ്റെ കൊഴിഞ്ഞുപോയ മുടികളെല്ലാം കിളിർത്തു വന്നു. അതുപോലെ മുടി നീളം വെക്കുകയും ചെയ്തു. മുഖത്ത് വന്ന കറുത്ത അടയാളങ്ങളൊക്കെ പോയി. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ആ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഒരു 7 ദിവസം കൂടുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. കാരണം അതിൽ കൂടുതൽ കളർ നിൽക്കില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ 7 ദിവസം കൂടുമ്പോൾ ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കളർ നമ്മുടെ മുടിക്ക് എപ്പോഴും ഉണ്ടാവും. കളറിനൊരു വ്യത്യാസം വരില്ല. പിന്നെ നാച്ചുറലായിട്ട് നിൽക്കും എപ്പോഴും. അതുപോലെ തന്നെ മുടിയിലേക്ക് മാത്രമല്ല, താടിയിലേക്കും മീശയിലേക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഒരു സൈഡ് ഇഫക്റ്റ്, ചൊറിച്ചില അങ്ങനെ ഒന്നും വരില്ല. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്കിത് ഓവർനൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേച്ചാലും മതി. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം ഇത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: കട്ട തൈര്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ കട്ട തൈരായിരിക്കണം. അതുപോലെ പിന്നെ കാപ്പിപ്പൊടി ബ്രൂ കോഫി ഒന്നും വേണ്ട, സാദാ കാപ്പി മതി. കാപ്പിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാന്ന് വെച്ചാൽ മേടിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഇത് കട്ട തൈരായിരിക്കണം. അതുപോലെ കാപ്പിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നതാണ് ബീട്രൂട്ട്. ഒരു കഷ്ണം ബീട്രൂട്ട്. ഇതിന് ഈ ഡൈക്ക് കൂടുതൽ ഡാർക്ക് കളർ കൊടുക്കുന്നത് ഈ ബീട്രൂട്ടാണ്. നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടും. ഇനി അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക. ഈ ചീനച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാണ്. ഇത് കുറച്ച് തുരുമ്പ് എടുത്തിട്ടുണ്ട്. ഈ തുരുമ്പ് നമ്മുടെ ഈ ഡൈക്ക് ഡാർക്ക് കളർ കൊടുക്കും. ഈ തുരുമ്പാണ് നമ്മുടെ മുടിക്ക് ഡാർക്ക് കളർ പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നത്. ഈ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കണം ഈ ഡൈ ഉണ്ടാക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തൈര് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈര് ഈ ചീനച്ചട്ടിയിലേക്ക് ഇടുക. 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. 3 ടേബിൾ സ്പൂൺ തൈര്. തൈരിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, കട്ട തൈരായിരിക്കണം. ഇനി ഈ തൈരിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈരെടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി. അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി. സ്പൂണ് നിറച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് വെളിച്ചെണ്ണ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. സ്പൂൺ നിറച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്
ഇപ്പം 3 ഐറ്റം ചേർത്ത് കഴിഞ്ഞു. നമ്മൾ തൈര്, കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ ചേർത്തു. ഇനി ബീട്രൂട്ടാണ്. ഇത് മിക്സിയിൽ അരച്ചെടുത്ത ബീട്രൂട്ടാണ്. ബീട്രൂട്ടിന് അളവൊന്നുമില്ല. ചെറിയ ബീട്രൂട്ടാണെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുക്കുക, വലുതാണെങ്കിൽ ഒരു വലിയ കഷ്ണം എടുക്കുക. എന്നിട്ടത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. ഇതിലേക്ക് മിക്സ് ചെയ്യുക. ബീട്രൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ കൂടി മിക്സ് ആവണം, നല്ല പോലെ മിക്സ് ആവണം. കണ്ട, മിക്സ് ചെയ്യുമ്പോൾ തന്നെ സൈഡിലൊക്കെ കറുപ്പ് വന്നു കഴിഞ്ഞു. സൈഡിൽ ഒക്കെ കറുപ്പ് കയറുന്ന നോക്കി. ഇത് നല്ല ഡാർക്ക് കറുപ്പായി കിട്ടും. ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യണം. കട്ട കുത്തി കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോലെ മിക്സ് ചെയ്യണം. സൈഡൊക്കെ വടിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, മുടിയുടെ കളറ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇനി അതിന് പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇരുമ്പ് ചീനച്ചട്ടി മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവർ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇത് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം. മുടിയിൽ തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയാൻ പാടുള്ളൂ. അതും ഇത് കഴുകുന്നത് കെമിക്കൽ ഷാമ്പു യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ചെമ്പരത്തി താളി അല്ലെങ്കിൽ ചെമ്പരത്തി താളിയുടെ പൊടി ഏതെങ്കിലും മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ താളി മറ്റേതെങ്കിലും താളി കിട്ടുവാണെങ്കിലും കുഴപ്പമില്ല. ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്, താളി മാത്രം ഉപയോഗിക്കുക. എന്നാലേ ഇതിൻ്റെ കളറ് മുടിമേന്ന് പോവാതിരിക്കുകയുള്ളൂ. കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിമേന്ന് കളറൊക്കെ പെട്ടെന്ന് പോകും. പിന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം തല കഴുകിയാൽ മതി. അതും വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി. നിങ്ങൾ ഇത് തേച്ച് കഴിഞ്ഞ് ഒരു പ്രാവശ്യം താളിയിട്ട് കഴുകുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെറും വെള്ളത്തിൽ തല കഴുകുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മുടിയുടെ കളറ് ഒരാഴ്ച നന്നായിട്ട് നിൽക്കും. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ പോയി തുടങ്ങുള്ളൂ. അപ്പോൾ വീണ്ടും ഇത് മുഴുവൻ കളറ് പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നാച്ചുറൽ കളറ് അങ്ങനെ തന്നെ നിലനിൽക്കും. നല്ലൊരു ഹെയർ ഡൈ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യണം. തന്നെയല്ല, ഇന്ന് ഒരുപാട് ആൾക്കാർ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പലർക്കും നല്ല മുക്കാൽ ഭാഗം ആൾക്കാർക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന കാരണം മുഖത്ത് മെലാസ്മ പോലെയുള്ള കറുപ്പ്, മുഖത്തൊക്കെ കറുപ്പ് കയറുന്നുണ്ട്. അത് കണ്ണിനും ദോഷമാണ്, നമ്മുടെ സ്കിന്നിനും ദോഷമാണ്. പലർക്കും ചൊറിച്ചിൽ, അലർജി ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്തൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. എല്ലാവർക്കും ഉപയോഗിക്കാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം. അതുപോലെ തലയിലേക്ക് മാത്രമല്ല, താടിയിലേക്ക് ഉപയോഗിക്കാം, മീശയിലേക്ക് ഉപയോഗിക്കാം. ഇതിലെ ഈ കാപ്പിപ്പൊടിയും പിന്നെ വെളിച്ചെണ്ണയും നമുക്ക് മുടി വളരാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ തൈര് നാച്ചുറൽ കണ്ടീഷണറാണ്. നമ്മുടെ മുടിക്ക് നല്ല ഒരു തിളക്കവും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്ന നാച്ചുറൽ കണ്ടീഷണറാണ് തൈര്. പിന്നെ ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ
ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സാധനമാണ് ബീട്രൂട്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളറ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഡാർക്ക് കളറ്, ഒരു തിളക്കമൊക്കെ മുടിക്ക് കിട്ടും. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ തലയ്ക്കും മുടിക്കും നമ്മുടെ ശരീരത്തിനും എല്ലാം നല്ലതാണ്. യാതൊരു സൈഡ് ഇഫക്റ്റോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ലാത്തതാണ്. നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ സമയം പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച്, കൂടുതൽ സമയമുള്ളവരാണെങ്കിൽ കൂടുതൽ നേരം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ സമയം ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇത് തയ്യാറാക്കി മാറ്റി വെക്കണം. അതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. എന്നാലേ ഇതിൻ്റെ ഒറിജിനൽ കളറ് കിട്ടുകയുള്ളൂ. നല്ല ഡാർക്ക് കളറ് മുടിക്ക് കിട്ടും. പിന്നെ അത് കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ചെമ്പരത്തി താളി പോലെയുള്ള താളിയോ അല്ലെങ്കിൽ താളിപ്പൊടിയോ മാത്രം ഉപയോഗിക്കുക. ഇതിനിപ്പോൾ താളി കിട്ടാനില്ലാത്തവരാണെങ്കിൽ വെറുതെ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. പിന്നെ ഒരു കളറും ഡ്രസ്സുമേ ആവും, ഒന്നും ചെയ്യില്ല. നോർമൽ വാട്ടറിൽ കഴുകുക. അതുപോലെ തന്നെ തല കുളിക്കുന്നത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രമേ കഴുകാവുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.